നമസ്കാരം. കണ്ണൂർ ഇരിട്ടി വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളി സെമിത്തേരിയിലെ പുതുക്കല്ലറയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവം അതീവ ദുരൂഹമായ വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു. ആദ്യഘട്ടത്തിൽ ഈ സംഭവത്തിൽ യാതൊരുവിധ അസ്വാഭാവികതയുമില്ലെന്നായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. സെമിത്തേരി നവീകരണ വേളയിൽ കല്ലറകളുടെ നമ്പറുകൾ മാറിപ്പോയതാണ് ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായതെന്നാണ് പോലീസ് ജനങ്ങളെ അറിയിച്ചിരുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ സെമിത്തേരിയിൽ 93ഓളം മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ട്. 2019 സെമിത്തേരി ആധുനിക രീതിയിൽ പുതുക്കി പണയുകയും കല്ലറകൾക്ക് പുതിയ ക്രമനമ്പറുകൾ നൽകുകയും ചെയ്തതോടെയാണ് ആശയക്കുഴപ്പമുണ്ടായതെന്നാണ് കണക്കാക്കിയിരുന്നത്. ഈ മാസം 13-ന് റൊട്ടേഷൻ വ്യവസ്ഥ അനുസരിച്ച് 38-ാം നമ്പർ കല്ലറ തുറന്നപ്പോഴായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമിട്ട ആ കാഴ്ച കണ്ടത്. സാധാരണയായി ക്രിസ്ത്യൻ മതവിശ്വാസ പ്രകാരം മൃതദേഹങ്ങൾ പെട്ടിയിലടക്കം ചെയ്താണ് സംസ്കരിക്കാറുള്ളത്. എന്നാൽ ഈ കല്ലറയിൽ പെട്ടിയിലാക്കിയ ഒരു മൃതദേഹത്തിനൊപ്പം പായയിൽ പൊതിഞ്ഞ നിലയിൽ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് പള്ളിയിലെ മരണ രജിസ്റ്റർ പരിശോധിച്ചെങ്കിലും പായയിൽ പൊതിഞ്ഞ മൃതദേഹം ആരുടേതാണെന്ന് വ്യക്തമാക്കുന്ന രേഖകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് 2006-ലും 2015-ലും ഇവിടെ സംസ്കാരം നടത്തിയവരുടെ ബന്ധുക്കളെ വിളിപ്പിച്ച് അന്വേഷണം നടത്തി. 2015-ൽ രക്തം ഛർദ്ദിച്ച് മരിച്ച ഒരാളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പായയിൽ പൊതിഞ്ഞാണ് സംസ്കരിച്ചതെന്നും അതിന്റെ ചിത്രങ്ങൾ കൈവശമുണ്ടെന്നും കാണിച്ച് ബന്ധുക്കൾ എത്തിയതോടെ ആശയക്കുഴപ്പങ്ങൾ ഒഴിഞ്ഞുവെന്നാണ് പോലീസ് കരുതിയത്. ഇതിനിടെ പായയിൽ പൊതിഞ്ഞ മൃതദേഹത്തിന്റെ ദൃശ്യങ്ങളും വാർത്തകളും സാമൂഹിക മാധ്യമങ്ങളിൽ വൻതോതിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ പള്ളി ഭാരവാഹികൾ ഔദ്യോഗികമായി പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി കല്ലറ അടയ്ക്കുകയും സെമിത്തേരി താൽക്കാലികമായി പൂട്ടുകയും ചെയ്തു. എന്നാൽ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തികച്ചും അപ്രതീക്ഷിതമായ മറ്റൊരു അവകാശവാദവുമായി ഒരു കുടുംബം രംഗത്തെത്തിയതോടെ കഥയാകെ മാറിമറിഞ്ഞു. വാണിയപ്പാറത്തട്ട് ഉണ്ണിമിശിഹ പള്ളി സെമിത്തേരിയിൽ കാണപ്പെട്ട ആ മൃതദേഹം വിലങ്ങാട് വാളൂക്കിന് സമീപമുള്ള ഇന്ദിരാനഗർ സ്വദേശിയായ ആലപ്പാട് സ്കറിയയുടെ മകൻ സിജോയുടേതാണെന്ന സംശയമാണ് ഇപ്പോൾ ബന്ധുക്കൾ പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ 2014 മുതലാണ് സിജോയെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതെയാകുന്നത്. എന്നാൽ അവിശ്വസനീയമെന്ന് പറയട്ടെ, സിജോയെ കാണാതായി 7 വർഷങ്ങൾ പിന്നിട്ട ശേഷമാണ് ബന്ധുക്കൾ കുറ്റ്യാടി പോലീസിൽ ഒരു പരാതി പോലും നൽകാൻ തയ്യാറാകുന്നത്. വാണിയപ്പാറ സ്വദേശിയായ നിഖിലയെയാണ് സിജോ വിവാഹം കഴിച്ചിരുന്നത്. സിജോ സ്വന്തം വീട്ടിലുണ്ടാകുമെന്ന് ഭാര്യ വീട്ടിലുണ്ടാകുമെന്നാണ് വിലങ്ങാട്ടുള്ള സ്വന്തം കുടുംബവും കരുതിയിരുന്നത് എന്നാണ് ഇത്രയും വർഷം പരാതി നൽകാതിരുന്നതിന് കാരണമായി ഇരുവിഭാഗവും അന്ന് പോലീസിനോട് പറഞ്ഞിരുന്നത്. 2021-ൽ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായി മൊഴി രേഖപ്പെടുത്തിയപ്പോൾ ഒരു ദിവസം കടയിൽ പോയി വരാമെന്ന് പറഞ്ഞിറങ്ങിയ സിജോ പിന്നീട് തിരിച്ചെത്തിയിട്ടില്ലെന്നാണ് ഭാര്യ നിഖില വ്യക്തമാക്കിയത്. പിന്നീട് ഭർത്താവിനെ അന്വേഷിച്ച് വാളൂക്കിലെ കുടുംബ വീട്ടിൽ എത്തിയപ്പോഴാണ് സിജോ അവിടെ എത്തിയിട്ടില്ലെന്ന ഞെട്ടിക്കുന്ന വിവരം ഭാര്യ അറിയുന്നത്. സിജോയുടെ അമ്മ ത്രേസ്യാമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറ്റ്യാടി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. എങ്കിലും വർഷങ്ങളായി ഈ കേസിൽ യാതൊരുവിധ പുരോഗതിയും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇരിട്ടിയിലെ സെമിത്തേരിയിൽ പായയിൽ പൊതിഞ്ഞ നിലയിൽ ഒരു അജ്ഞാത വസ്തു കണ്ടെത്തിയെന്ന വാർത്ത പുറത്തുവരുന്നത്. ഇതോടെ ഈ മൃതദേഹം കാണാതായ സിജോയുടേത് തന്നെയാകാമെന്ന ശക്തമായ സംശയത്തിൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരുന്നതിനായി മൃതദേഹ അവശിഷ്ടങ്ങൾ DNA പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള അടിയന്തര നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. മകന്റെ തിരോധാനത്തിന് പിന്നിലെ സത്യം വെളിച്ചത്ത് കൊണ്ടുവരാൻ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് സിജോയുടെ കുടുംബം ഇപ്പോൾ പോലീസിനും സംസ്ഥാന ആഭ്യന്തരമന്ത്രിക്കും ഉൾപ്പെടെ ഔദ്യോഗികമായി പരാതികൾ നൽകി കാത്തിരിക്കുകയാണ്. ഇതോടെ കേവലം ഒരു സാങ്കേതിക പിഴവായി തള്ളിക്കളയാൻ ശ്രമിച്ച കല്ലറ വിവാദം വലിയൊരു കൊലപാതകത്തിന്റെയോ തിരോധാനത്തിന്റെയോ ചുരുളഴിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്.